എറണാകുളം ചേന്ദമംഗലത്ത് അരുംകൊല. ഒരു കുടുംബത്തിലെ 3 പേരെ അയൽവാസി അടിച്ചു കൊന്നു. ഉഷ, വേണു, വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ചികിത്സയിലാണ്. പോലീസ് പിടിയിലായ അക്രമി ഋതു റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ജിതിന്റെ കുടുംബവും പ്രതി ഋതുവും തമ്മിലുണ്ടായിരുന്ന തർക്കം പഞ്ചായത്തിൽ പരാതിയായി എത്തിയിരുന്നുവെന്ന് പ്രസിഡന്റ് ലീന വിശ്വൻ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയിരുന്നു. തുടർന്നാണ് ജിതിന്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചത് എന്നും ലീന വിശ്വൻ 24നോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ 8ാം വാർഡ് കിഴക്കുംപുറം പ്രദേശത്താണ് ഈ പേരപ്പാടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ വീടുമായിട്ട് രണ്ടും അതിർത്തി തർക്കമൊന്നും അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ചെറിയ പ്രശ്നങ്ങൾ ഇതിക്ക് മുന്നും പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് അന്നത്തെ ആ മെമ്പറുടെയും ഒക്കെ സാന്നിധ്യത്തിലൊക്കെ അത് തീർത്തിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷം നിരന്തരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ ഒരു CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ തുടർന്നു പോകുന്ന സമയത്താണ് ഇത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയെന്നറിയില്ല. ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് അറിവായത്. ഏതായാലും ഒരു കുടുംബം തന്നെ ഇല്ലാതായ ഒരു സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോൾ ഇത് കഞ്ചാവിന്റെ ഒക്കെ ഒരു ഇതിലാണ് ഈ പ്രതി ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെയധികം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉള്ള നിരവധിയായ പരാതികൾ ഇയാളുടെ പുറത്തുണ്ട്. അപ്പോൾ ഏതായാലും വളരെ ഭയാനകവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണപ്പെടുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നത്. അത് നമ്മൾ തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതിൽ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ പെട്ടെന്നാണ് ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അറിവിൽ ഉണ്ടായിട്ടില്ല. 2 വട്ടം ഇവനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, വടക്കേക്കര സ്റ്റേഷനിൽ. അത് കഴിഞ്ഞിട്ട് പല ചർച്ച ഈ പെണ്ണിനെ ശല്യം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു പരാതി. കുടുംബത്തിൽ അങ്ങനെ പരാതി കൊടുത്തിട്ട് കൂട്ടുകാരന്മാരൊക്കെ സംസാരിച്ച് ഒരു ധാരണ എത്തിയാണ് ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്താണ് പെട്ടെന്നാണ് ഇന്നത്തെ പ്രകോപനം ഉണ്ടായിരിക്കണം. നേരത്തെ ഒരു പ്രശ്നങ്ങളില്ല. നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ സ്റ്റേഷനിൽ വിളിച്ചു തീർത്ത് അവസാനിപ്പിച്ചതാണ് 2 വട്ടവും. കത്തിവിന്റെ കയ്യിലുണ്ട്. കത്തി അവിടെ വെച്ചിട്ടുണ്ട് അവനോട്. അത് ഉപയോഗിച്ചില്ല. ഇരുമ്പൊടി എന്ന് വെച്ചാൽ സ്റ്റണ്ടാണത്. മറ്റേ സ്റ്റമ്പില്ലേ, സ്റ്റമ്പ് കൊണ്ടാണ് ആക്രമിച്ചത്. പ്രതി ഋതു സ്ഥിരം കുറ്റവാളിയെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ബാക്കി എല്ലാ രക്തപരിശോധനയ്ക്ക് വേണ്ടി ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രതിനെ അയക്കും. പക്ഷെ ഇതുവരെ അത് കാടുമ്പോൾ അങ്ങനെ സാധ്യത കാണുന്നില്ല. പക്ഷെ നമുക്ക് ആദ്യം കൺഫേം ചെയ്യേണ്ടി വരും രക്തപരിശോധന കഴിഞ്ഞിട്ട് ശേഷം. ഒരു സിമ്പിൾ ഹെഡ് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ ലിമിറ്റിൽ. പിന്നെ ഒരു NDPS കേസ് ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ. ഒരു ബൈക്ക് മോശം കേസ് ഉണ്ടായിരുന്നു എറണാകുളം സിറ്റിയിൽ. അത് നമുക്ക് ആദ്യം പക്ഷേ എല്ലാം കൺഫേം ചെയ്യേണ്ടി വരും. റൗഡി ലിസ്റ്റുള്ള ആളായിരുന്നു. എല്ലാ നടപടി ഉടൻ തന്നെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് എല്ലാ തെളിവുകൾ ഉടൻ തന്നെ കളക്ട് ചെയ്യണം. ഈ മാക്സിമം ഈ തെളിവുകൾ കളക്ട് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് ഈ കേസ് ഒരു നാച്ചുറൽ പ്രോഗ്രഷനിൽ കൊണ്ടുവരണം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേന്ദമംഗലത്ത് ആൻമരിയും പറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയിലേക്കാണ്. ആൻമരിയ, നേരത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ തർക്കത്തിന്റെ കാരണം, ഏത് തരത്തിലാണ് ആക്രമണം എന്നൊക്കെ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ആൻമരിയ? ഉന്മേഷ്, ചേന്ദമംഗലത്ത് നടന്ന ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുകയാണ് ഒരു നാട് മുഴുവനും. ഈ പറവൂർ ചേന്ദമംഗലം കിഴക്കുംപുറത്തുള്ള ഒരു നാട് മുഴുവനും ഈ അരുംകൊലയിൽ ഞെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ. അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം. ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ ആണ് ആക്രമിക്കുന്നത്. ആ അക്രമത്തിൽ 3 പേർ കൊല്ലപ്പെടുന്നു. ഒരാൾ അതിഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഋതു എന്ന് പറയുന്ന യുവാവ്, 28 വയസ്സുള്ള യുവാവ്, ഈ ഋതുവാണ് കൊലപാതകി. ഈ ഋതു നേരത്തെ മുതൽ തന്നെ ഈ അയൽവാസികളുമായിട്ട് പലതവണ ഈ വാക്കുതർക്കം ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. പലതവണ ഈ ആക്രമണം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ടായിരുന്നു. ഈ ചെറുപ്പം മുതൽ തന്നെ ലഹരി ഉപയോഗിച്ചിരുന്ന ആളാണ് ഋതു. ഇത് പലതവണ ഈ അയൽവാസികൾ വിലക്കിയിട്ടുണ്ട്. ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ അയൽവാസികളോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇഷ്ടക്കുറവ് ഈ ഋതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വൈഭവ് സക്സേന, റൂറൽ SP വൈഭവ് സക്സേന പറയുന്നതനുസരിച്ചാണ് 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഋതു ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരും ഈ കൊല്ലപ്പെട്ട ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗേറ്റ് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനോടകം ആ ഗേറ്റ് തകർത്തതോടുകൂടി തന്നെ ഈ വീട്ടുകാരെല്ലാം ആകപ്പാടെ ഒരു ഭയത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. പിന്നീട് ഇന്ന് ഒരു 6 മണിയോടുകൂടി, ഏകദേശം ഒരു 6 മണിയോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു. ഈ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം വീടിന്റെ ഉള്ളിലേക്ക് കടക്കുകയും വീടിനുള്ളിൽ കടന്നതിന് ശേഷം ചെറിയ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. ആ സംഭാഷണം പിന്നീട് ഈ കമ്പി വടി കൊണ്ട്
ഈ ഋതുവിന്റെ കയ്യിൽ ഒരു കമ്പിവടിയും 2 കമ്പിവടിയും അതുകൂടി തന്നെ ഒരു കത്തിയും കരുതിയിരുന്നു എന്നാണ് ഈ പോലീസ് പറയുന്നത്. ഈ കമ്പിവടി കൊണ്ട് തലയ്ക്കടിക്കുകയാണ് ചെയ്തത്. ഈ 4 പേരെയും ഉപദ്രവിക്കുന്ന ആദ്യം ഒരാളെയാണ് ഋതു ലക്ഷ്യമിട്ടിരുന്നത്. ഈ വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനിടയിൽ മറ്റു 3 പേര് തടയാൻ ചെല്ലുന്നു. ഈ തടയാൻ ചെല്ലുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുന്നത്. അതിൽ 3 പേരുടെ നില അപ്പോൾ തന്നെ ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു. ഉടൻ തന്നെ ഈ നാട്ടുകാർ ഓടിക്കൂടി ആംബുലൻസ് എത്തുന്നു. 3 ആംബുലൻസുകളാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഈ ആംബുലൻസിൽ ഇവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പക്ഷേ പറവൂർ താലൂക്ക് ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ നൽകുന്നുണ്ട് എങ്കിൽ പോലും ചികിത്സ പൂർണ്ണമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ പോലും 3 പേരെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ജിതിന്റെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ജിതിനുള്ളത്. ജിതിൻ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് ഈ അയൽവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. 2 കുഞ്ഞു മക്കളുമുണ്ട്. ആ കുഞ്ഞുമക്കൾ കഷ്ടിച്ചാണ് ഉന്മേഷ് ഈ ഋതുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത്. നിലവിൽ ഋതു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഉന്മേഷ്.